എന്റെ പേര് കാവ്യ എന്ന സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. എന്താ പ്രശ്നം? എന്റെ സുഹൃത്ത് ഡോക്ടർ മീനെ ആരെ കൊന്നു സർ. കൊന്നോ? ഡെഡ് ബോഡി എവിടെ? അറിയില്ല. ആരാ കൊന്നത്? അറിയില്ല. എപ്പോ കൊന്നു? അറിയില്ല. എന്തിനാ കൊന്നത്? അറിയില്ല സർ. മരിച്ചതിന് വല്ല എവിഡൻസും? കൊന്നൂന്ന് അവള് തന്നെയാ എന്നോട് പറഞ്ഞത്. ഓ, അവള് ആരാന്നാ പറഞ്ഞത്? അവള് തന്നെ. ഓ, നിങ്ങൾ അവിടുത്തെ ആരാന്നാ പറഞ്ഞത്? ഡോക്ടറോ അതോ പേഷ്യന്റോ? ഡോക്ടറാണ്. ഭ്രാന്താണല്ലേ? നിങ്ങൾ എന്താ എന്നെ കളിയാക്കാണോ? എനിക്ക് ഭ്രാന്തില്ല. നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നേ പോകാം. ഇങ്ങോട്ട്. എനിക്കറിയാം ഈ പോലീസുകാരൊക്കെ എങ്ങനെയാണെന്ന്. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ഓരോന്ന് കേറി വന്നോളൂ. ഹലോ, അനന്തനോ? വെരി നൈസ്. വൈകുന്നേരം വീട്ടിലോട്ട് വന്നോളൂ, ഞാൻ അവിടെ കാണും. ഓക്കെ. നിനക്ക് എന്താ പറ്റിയ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ പോലീസ് ഓഫീസർ എന്നോട് ഭ്രാന്തിയോട് എന്ന പോലെ സംസാരിച്ചു. നീ ഏതൊന്നും മിണ്ടാഞ്ഞത്? അത് ഒരു തെളിവില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓ, ഇപ്പൊ മനസ്സിലായി. സാധന ചിലപ്പോ അങ്ങനെയായിരിക്കും കരുതിയിരിക്കുന്നത് അല്ലേ? എന്താ കാവ്യ എങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിപ്പോ ഇവിടെ എന്തുണ്ടായി? എനിക്കിനി ആരെയും കാണണ്ട. പിന്നെ
ലോകത്തിന്റെ സുന്ദര ദിനങ്ങൾ അവസാനിക്കില്ലെന്നാണ് ഞങ്ങൾ കരുതിയത്. കാര്യങ്ങൾ മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ സൈക്യാട്രിക് വാർഡിൽ ഒരു പുതിയ പേഷ്യന്റ് അഡ്മിറ്റായി. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ വിട്ടേക്ക്. Come on, give it. ഇതാ ഡോക്ടർ. മരിച്ചവരൊക്കെ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക ഡോക്ടർ. അവരോട് അടുത്ത് വരെന്ന് പറയൂ. പറയൂ ഡോക്ടർ പ്ലീസ്. പേടിക്കണ്ട, ഞാൻ അവരോട് പറയാൻ നിങ്ങളുടെ അടുത്ത് വരരുന്നു. ഓക്കെ, നൗ റിലാക്സ്, ടേക്ക് റെസ്റ്റ്. ഇവർ എഴുന്നേറ്റാൽ ഉടനെ മരുന്ന് കൊടുക്കണം. മേട്രൻ, പേഷ്യന്റ് കൂടുതൽ എക്സൈറ്റ് ആവാതെ നോക്കണം. ഈ കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അവരെന്റെ അടുത്ത് വരുന്നുണ്ട് ഡോക്ടർ. അവരോട് എന്റെ അടുത്ത് വരരുന്ന് പറയൂ ഡോക്ടർ. ഞാൻ പറയാം. അവരോട് എന്റെ അടുത്ത് വരരുന്ന് പറയൂ. എനിക്ക് പേടിയാകുന്നു ഡോക്ടർ. ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് ഇവിടെ. അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് വരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ കുറച്ച് ആത്മാക്കൾക്ക് അവര് മരിച്ച വിവരം അറിയുകയില്ല. ഇപ്പൊ എന്താ കാവ്യെ, സ്പിരിറ്റ്സ് ഉണ്ടെന്നാണോ നീ പറയുന്നത്? ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാ ഇല്ലെന്നും പറയാൻ പറ്റുന്നില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ ഇല്ലെന്ന് പറയുന്നത് സയന്റിഫിക് അപ്രോച്ച് അല്ലല്ലോ. എക്സാക്ട്ലി. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ടെസ്റ്റ് അങ്ങ് നടത്തിയാലോ? ടെസ്റ്റോ? ഓഫ് കോഴ്സ്. നമ്മുടെ ആ പഴയ സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? എവിടെയോ 3 മാസം മുമ്പ് ആക്സിഡന്റ് ആയി അങ്ങനെ പോയില്ലേ? അതെ, ഞാൻ പറയുന്ന കേക്ക്. അയാള് ഓജോ ബോർഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓജോ ബോർഡോ? ഓജോ ബോർഡ് എന്ന് പറഞ്ഞ സ്പിരിറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്ലാനറ്റ് അല്ലേ? അത് തന്നെ, നമുക്ക് പോവാം. വാ. ആക്ച്വലി ഈ ഓജോ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? മമ്മൂട്ടിയുടെ അകത്തുള്ള സിനിമ കണ്ടിട്ടില്ലേ? നിനക്കറിയില്ലേ മോഹൻലാലിന്റെ കാലാണെന്ന്? ഇപ്പൊ ഈ സിനിമയുടെ കാര്യമൊക്കെ എന്തിനാ? വിട്ടാതെ വാ. ഇപ്പൊ അത്യാവശ്യമുള്ള കാര്യമാണോ? എനിക്കാകെ പേടിയാവുന്നു. നീ പേടിക്കാതിരി, ഞാനില്ലേ? മീനെ കഥ അടച്ചിരിക്കുന്നല്ലോ. എങ്ങനെ തുറക്കും? എനിക്ക് ടെൻഷൻ ആവുന്നതിനാ. എത്ര പ്രാവശ്യം നമ്മൾ സ്ലൈഡിനോട് കഥ തുറന്നിരിക്കുന്നു. എടി സൂക്ഷിച്ച്, എനിക്ക് പേടിയാവുന്നു. ഭയങ്കര ഇരുട്ടാണല്ലോ, ഒന്നും കാണുന്നുമില്ല. ഏതെങ്കിലും മനുഷ്യരെല്ലാം ചെയ്യോ? പേടിക്കാതൊന്ന് വാ പൂജ. മീനെ, ഇവിടെ എവിടെയോ ആയിരുന്നു. നിനക്ക് ഇവിടെ തന്നെയാണെന്നുള്ളത് ഓർമ്മയുണ്ടോ? ഒന്നും കാണാനുണ്ട്. മുകളിലെങ്ങാനാണോ ഇനി? നമുക്ക് എന്തായാലും മോളി നോക്കാം. ഇവിടെ കാണാതിരിക്കും. വേഗം വാ. എടി, ഇതിനകത്ത് മുഴുവൻ പ്രേതങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. പേടിയാവുന്നടി. പൂജ ബോർഡ് നീ എവിടെയാ കണ്ടത്? ഈ റൂമിലാന്നാ തോന്നുന്നത്. സൈക്യാട്രിസ്റ്റ് എങ്ങനെ താമസിച്ചു വീട്ടില്? അത് എന്നോട് ചോദിച്ചെങ്ങനെ അറിയാം? പിന്നെ അറിയൂ. അങ്ങോട്ട് ഇതാണ് പൂജ ബോർഡ്? അതെ കാവ്യ, ഇതിന്റെ കൂടെ ഒരു കോയിൻ ഉണ്ടാവും. പൂജ, ക്യാൻഡിൽസ് ഉണ്ടോ നോക്ക്. ഇവിടെ ഉണ്ട്. ഇതല്ലേ കോയിൻ? അതെ. ആദ്യം ഈ കോയിൻ പൂജ ബോർഡിന്റെ സെന്ററിൽ വെക്കണം.
ഈ ക്യാൻഡിൽസ് കത്തിച്ച് വെച്ചിട്ട് ആത്മാക്കളെ വിളിക്കണം. ആത്മാക്കൾ വന്നു കഴിഞ്ഞാൽ ഈ കോയിൻ തന്നെ ചലിക്കും. ഓ ഹോളി സ്പിരിറ്റ്, പ്ലീസ് കം, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. ഞങ്ങളുടെ മുന്നിൽ വന്ന് നീ ഞങ്ങളെ കാണി. നീയും വിളിക്കേ. Holy Spirit, please come. I will help you to solve your problems. പൂജി, നീയും കൂടി. ഹോളി സ്പിരിറ്റ്, അന്ന് ഊജ ബോർഡിൽ എന്ത് കണ്ടുവെന്ന് ആരോടും പറയില്ലെന്ന് ഞങ്ങൾ പ്രോമിസ് ചെയ്തു. ഞങ്ങളുടെ ദിനങ്ങൾ സാധാരണ പോലെയായി. പൃഥ്വിയെ പോലൊരു സർജൻ ഞങ്ങളുടെ കൂടെ ചേരുന്നതിൽ തീർച്ചയായും സന്തോഷമുണ്ട്. ഒരുപക്ഷെ അതൊരു ഭാഗ്യമായിരിക്കും. താങ്ക് യു ഡോക്ടർ. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പൃഥ്വി. പത്രത്തിൽ വായിക്കാറില്ലേ, ഓപ്പറേഷനിടയിൽ ഡോക്ടറുടെ അനാസ്ഥ മൂലം രോഗി മരിച്ചുവെന്നും മരുന്ന് മാറി നൽകിയെന്നൊക്കെ. ഞാൻ കണ്ടിരുന്നു. ആ, ജീവിക്കാൻ കൊതിച്ചു വരുന്നവർ ആ ജീവൻ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഡോക്ടർക്ക് അഭിമാനമാണ് ഉണ്ടാവുക. രോഗിക്ക് ഡോക്ടറുടെ മേലുള്ള വിശ്വാസവും. അത് നഷ്ടപ്പെട്ട പിന്നെ ഏത് ചികിത്സയ്ക്കാടോ ഫലം ഉണ്ടാകുക? താനും ഞാനും ഒക്കെ പിന്നെ ഈ വേഷം കെട്ടി നടക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? പക്ഷേ ഡോക്ടറെ തല്ലാന്ന് പറഞ്ഞാ അതൊരു നല്ല കാര്യമാണോ? ഞാൻ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തിയതല്ല, അക്രമികളെ ന്യായീകരിക്കുകയല്ല. MBBS അഡ്മിഷൻ മേടിക്കാൻ കാട്ടുന്ന ആത്മാർത്ഥയും താല്പര്യമൊന്നും ഈ കുപ്പായ വിട്ട് കഴിഞ്ഞാൽ പലർക്കും ഇല്ല. തട്ടിപ്പും വെട്ടിപ്പും ഇപ്പൊ ഏത് രംഗത്താ ഇല്ലാത്തത്? സ്വന്തം കൂടപ്പിറപ്പിനെ വിശ്വസിക്കാത്തവരാണോ ഡോക്ടർമാരെ വിശ്വസിക്കുന്നത്? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങോട്ട് വരാനുള്ള പൃഥ്വിയുടെ താല്പര്യം കണ്ടപ്പോ സത്യത്തിലായ സർപ്രൈസ്ഡ്. ഇനിയും ഈ ആശുപത്രിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്ന യാതൊന്നും സംഭവിക്കാൻ പാടില്ല. അതിനേതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. Excuse me, sir. പൃഥ്വി, ഷീസ് ഡോക്ടർ കാവ്യ. കാവ്യ ഇരിക്കൂ. Thank you, sir. കാവ്യ, ഹീസ് ഡോക്ടർ പൃഥ്വി, അവർ ന്യൂ സർജൻ. എനിക്കറിയാം ഇദ്ദേഹത്തെ. സ്റ്റാർ സർജൻ അല്ലേ? പൃഥ്വിയെ ഇവിടെ മറ്റാരെയും പരിചയപ്പെടുത്തിയിട്ടില്ല. എന്നാ പൃഥ്വി കാവ്യയോടൊപ്പം ചെല്ലേ, ഒന്ന് കറങ്ങിട്ട് വാ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഡോക്ടർ. ഓക്കെ, ടേക്ക് ഇറ്റ്. Okay, sir. Please come, sir. യെസ്. താൻ നന്നായിട്ട് സംസാരിക്കുമല്ലേ? താങ്ക്സ്. അതിന് ഞാൻ ഒന്നും സംസാരിക്കാൻ തുടങ്ങിയില്ലല്ലോ, സർ. മുംബൈയിൽ നടന്ന ജൂനിയർ ഡോക്ടേഴ്സിന്റെ കോൺഫറൻസിൽ താൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. Oh, really? യു ആർ വെരി ഇംപ്രസീവ്. Thank you so much. എല്ലാ പെൺകുട്ടികളും ഇഷ്ടപ്പെടുന്നത് പോലെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. I swear. I sincerely mean it. Then sincerely thanks. യുകെയിൽ നിന്നും ഓഫർ വന്നിട്ടും എന്തിനാ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നത്? ഹലോ. ഹായ്. അത് കാവ്യക്ക് വേണ്ടിയാ. വാട്ട്? എനിക്ക് വേണ്ടിയോ? ഡോക്ടർ വളരെ തമാശ പറയുന്നുണ്ടല്ലോ. എന്റെ പഴയ ഗേൾഫ്രണ്ടും പറയായിരുന്നു അത്. പഴയ ഗേൾഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴില്ലേ? ഇല്ല, ഈ പെണ്ണുങ്ങൾക്ക് ഡോക്ടേഴ്സിനേക്കാളും ആക്ടേഴ്സിനോടാ കൂടുതൽ താല്പര്യം. Why, sir? അവർക്ക് സ്നേഹിക്കുന്ന പോലെ ശരിക്കും അഭിനയിക്കാൻ പറ്റുമല്ലോ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും. എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? ഞാൻ പൃഥ്വിനെ തന്നെ വിളിച്ചോളാം. സാജനോ? പൃഥ്വി, ഇത് സാജൻ. ഹലോ. ഈസ് an artist. എനിക്ക് അനാറ്റമി ഡ്രോയിങ്സ് ഒക്കെ സാജനാണോ വരച്ചു തരാറ്. ഇദ്ദേഹത്തെ പറ്റി അറിയാനിട്ടാ. എന്ത് നന്നായി വരയ്ക്കുന്നറിയോ? സമയം കിട്ടുമ്പോഴൊക്കെ സാജന്റെ ഡ്രോയിങ്സ് ഞാൻ കാണിച്ചു തരാം. ഈ ചിരിയുള്ളട്ടോ. ആള് അല്പം റിസർവ്ഡാ. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. സാജൻ, നമുക്ക് ഈവനിങ് കാണാം. ഓക്കെ, സീ യു. പാവാ, ഫ്രണ്ട്സ് ആരുമില്ല. a kind of depression. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പാ. സോ ഡോക്ടർ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.
അമ്മേ, ആ കാവ്യ പറഞ്ഞു കേട്ടോ, ഞാൻ അവളുടെ നല്ലൊരു ഫ്രണ്ടാണെന്ന്. അവള് പറയാ അവൾക്ക് എന്റെ ചിരി ഭയങ്കര ഇഷ്ടമാണ്. അമ്മ, കാവ്യക്ക് എന്നെ ഇഷ്ടമായിരിക്കും. അവളും കൂടി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ ആരാ? അമ്മ എന്നെ വിട്ടിട്ട് പോയില്ലേ? ഇല്ലമ്മേ, ആ വറീസും പേഷ്യൻസും ഒക്കെ പറഞ്ഞല്ലോ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അല്ലെ പിന്നെ എന്നെ അവള് നല്ലൊരു ഫ്രണ്ടാന്ന് പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തുവോ? കാവ്യ എന്റെ സ്വന്തം, എന്റെ മാത്രം. അവളെ ഇനി ആർക്കും പിരിക്കാനാവില്ല, പിരിക്കാനാവില്ല. ഞാൻ സമ്മതിക്കില്ല. എന്റെ നെഞ്ചിലെ നെഞ്ചു കൽവിലെ ആർക്കും അകത്ത് പ്രവേശനമില്ല. ഇതെന്താ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നേ? ഇതൊന്നെടുത്തിട്ട് സ്റ്റൈലായി. ഇത് വേണ്ട, ഇതങ്ങ് കൊടുത്താലോ? അയ്യോ ഡോക്ടർ, നിന്നെ കൊണ്ട് ഞാൻ വലിപ്പിക്കാടാ. യെസ്, ക്ലമോൺ. ഒന്ന് വലിച്ചു വിട്ടേ, ഒന്നര വലിച്ചു വിട്ടേ. എടോ, തന്റെ ഹൃദയം ഇടിക്കുന്നില്ലല്ലോ. തനിക്ക് ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നേക്കുന്നാ തോന്നുന്നേ. ഡോക്ടർ, ആ സ്കോപ്പ് എടുത്ത് വെക്കുക. താക്കോല് വെക്കാനോ? താക്കോൽ എവിടെ കൊണ്ടുപോയി വെക്കാൻ? ചെവി. ഓ, ചെവിയിലോട്ടോ? ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ വെച്ചേക്കാം. ഇനി പറഞ്ഞോ ഡോക്ടർ. അപ്പൊ എനിക്ക് ഓപ്പറേഷൻ ഞാൻ പോവല്ലേ? ഓപ്പറേഷൻ കഴിയാതൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല. നീ ഒരു പോക്കങ്ങ് പോയാൽ എല്ലാം ശരിയാവും. അനങ്ങണ്ട അനങ്ങണ്ട, കിടന്നോ. കിടന്നോ, നല്ലവണ്ണം വലിക്കേ. അന്ത്യമായി വലിക്കേ. ശരി ശരി, വലിച്ചോ വലിച്ചോ. ഡോക്ടറെ, തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പരിപാടി കാണിക്കരുതെന്ന്? അല്പം ഫ്രീഡം തരുന്നുണ്ടെന്ന് വെച്ച് തനിക്ക് എന്തും കാണിക്കാന്നായോ? അല്ല ഡോക്ടറെ, ഞാൻ ഇയാള് നിലവിളിച്ചപ്പോ ഒരു വേണ്ട, ഓപ്പറേഷൻ. താൻ ഒന്നും പറയണ്ട. തനിക്കിത് ലാസ്റ്റ് വാണിയാ. താൻ എന്തിനാ എല്ലാ വാർഡിലും കയറി ഇറങ്ങി നടക്കുന്നേ? അവിടെ എങ്ങനെ പോയിരുന്നൂടെ? സോറി ചേച്ചി, അപ്പച്ചന് അറിയാ ചെയ്തല്ലേ. ബാലു, അപ്പച്ചനോട് പറഞ്ഞേക്ക് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന്. ഇത് വീടല്ല, ഹോസ്പിറ്റലാ. പറയാൻ ചേച്ചി. വേണ്ട അപ്പച്ച, അപ്പച്ചനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ വീടല്ലെന്ന്. പറഞ്ഞ കേട്ടതല്ലേ? ഇനി ഞാൻ അപ്പച്ചനോട് മിണ്ടില്ല. എടാ ബാലുമോനെ, അപ്പച്ചൻ ഒന്നും ചെയ്തില്ലടാ. ഇവന്റെ നിലവിളി കേട്ടപ്പോ ഇത്ര മരുന്ന് കൊടുത്തത്. വേണ്ട, ഇതിപ്പോ എത്ര തവണയാ ചെയ്യുന്നേ? ഇവിടെയുള്ളൊന്നും നമ്മുടെ അല്ലല്ലോ, പിന്നെന്തിനാ? ആശുപത്രി വർക്കിയുടേതല്ലോ. സ്വന്തമായിട്ടൊരു കൂരയില്ലാത്തതിന്റെ വിഷമം ആർക്കാ മനസ്സിലാവുക? സാരമില്ല അപ്പച്ച, എന്റെ അസുഖം മാറട്ടെ. ഞാൻ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി അപ്പച്ചന് വേണ്ടി തീർച്ചയായും ഒരു വീടുണ്ടാക്കി തരും. പിന്നെ അപ്പച്ചൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, എവിടെയും പോവില്ല. ഓപ്പറേഷൻ കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോ അപ്പച്ചനും മോനും ഇവിടുന്ന് പോകാവല്ലോ, അല്ലേ? മിടുക്കൻ. വലിച്ചോ 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 വലിച്ചോ. മന്മഥരാസ. എന്ത് പറ്റിടി? വല്ല റൊമാൻറ്റിക് സ്വപ്നവും കണ്ടോ? ഹായ്. ഹായ്. ഈ ഡ്രസ്സിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏയ്, അപ്പൊ ഞാൻ സുന്ദരിയല്ലേ? അയ്യോ സോറി, എല്ലാവരും കാണാൻ സുന്ദരികളാ. ഗുഡ് മോർണിംഗ് ലേഡീസ്. കൊള്ളാം. എടി കാവ്യേ, എനിക്കെന്തോ ആ പ്രത്യേകം നിന്നെ ലൈൻ അടിക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. ലൈനോ? അതെ, സൈറ്റ് അടിക്കാന്ന്. ഇനി പോളിഷ്ഡ് ആയിട്ട് പറയുവാണെങ്കിൽ ലവ് ചെയ്യാന്ന്. നോ വേ, അങ്ങനെയൊന്നും ഇല്ല മോളെ. എന്താ ഇൻട്രസ്റ്റ് ഇല്ലേ? അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എടുത്തെടുത്ത് നീ ചോദിക്കുന്നുണ്ടല്ലോ, നിനക്കെന്താ ഇൻട്രസ്റ്റ് ഉണ്ടോ? ചേച്ചി, എനിക്ക് പേടിയാ. ലവ് ആണോ പേടി? പ്രഗ്നൻസി ആണോ? മീനെ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഡോക്ടറെ എനിക്ക് വിട്ടു തന്നേക്ക്. എന്നിട്ട് നിനക്കെന്തിനാ? ഡോക്ടർ പ്രീതി
പിറ്റ്യൂട്ടറി ഗ്ലാൻസ് പണി കൊടുക്കാം. സമ്മതിച്ചിരിക്കുന്നു. നീ ഭയങ്കര ഫാസ്റ്റ് ആണടി മീനെ. ലൈഫിൽ ഇത്രയെങ്കിലും സ്പീഡ് വേണം, അല്ലെങ്കിൽ ചേച്ചി ചേച്ചി എന്താ ബാലു? അങ്ങോട്ടൊന്ന് വന്നേ ചേച്ചി. വേഗം വാ ചേച്ചി, അവിടെ ഒരു സൂത്രം കാണിച്ചു പോയിട്ട് വരാം. വേഗം വാ ചേച്ചി. ദാ നോക്ക്, ഇതെന്റെ അപ്പച്ചന് കെട്ടിക്കൊടുക്കാൻ പോകുന്ന വലിയ വീടാ. ഞാൻ കൊറേ പണം ഉണ്ടാക്കി ഇതേപോലത്തെ ഒരു വീടുണ്ടാക്കും. എന്നിട്ട് ഞാൻ എന്റെ അപ്പച്ചന് കൊടുക്കും. എന്റെ അപ്പച്ചന് ഞാനല്ലാതെ വേറെ ആരുമില്ല. ശരി ശരി, ആദ്യം എന്റെ മോൻ റെസ്റ്റ് എടുക്ക്. ഓപ്പറേഷൻ റെഡി ആവണ്ടല്ലേ? ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ഒരു മിനിറ്റ്. ഹലോ അമ്മേ. അതെ അമ്മേ, എനിക്ക് സുഖ. എനിക്കറിയാം അമ്മേ, അച്ഛന്റെ മാത്രമല്ല എന്റെയും കൂടെ സ്വപ്നമായിരുന്നല്ലോ അത്. അച്ഛനെ കുറിച്ച് ഞാൻ എന്നും ഓർക്കാറുണ്ട്. അച്ഛനെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ടാവും അല്ലമ്മേ? ശരി അമ്മേ. ഏയ്, എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? ഹോം സിക്നസ് എന്തെങ്കിലും? ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇവിടെയും വീട് പോലെ തന്നെയാ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കാവ്യയും മീനയും ഇവിടെ തന്നെയല്ലേ ഉള്ളത്. അത് ശരി, നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലേ? 3 പേര് MD കഴിഞ്ഞല്ലേ? പിന്നെ വിദേശത്ത് നല്ല ഓഫർ വന്നാല് പോവാൻ പാടില്ല കേട്ടോ. എവിടെ പോകേണ്ടി വന്നാലും ഞങ്ങൾ ഒന്നിച്ചേ പോവുള്ളൂ. അത് ശരി, അപ്പൊ കല്യാണം കഴിക്കുന്ന ഒരാളെ തന്നെയാ? ഏയ്, മുകളിലേക്ക് കൊണ്ടുവരെ. ഡോക്ടറെ, ഡോക്ടറെ, ഇയാളെന്താ വട്ടനോ പൊട്ടനോ? ഇങ്ങോട്ട് വന്നേ. എന്നെയാണോ? എന്തിനാ വിളിച്ചത്? അല്ല ഡോക്ടറെ, ഈ ലോകത്ത് ഒരുപാട് വട്ടന്മാരുണ്ട്. ഒരുപാട് വട്ടന്മാരെന്നല്ല, എല്ലാവരും വട്ടന്മാര് തന്നെയാ. പക്ഷെ ആരും സമ്മതിച്ചു തരില്ല. പക്ഷേ ഡോക്ടറിന് ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു സൂത്രം ഡോക്ടറിന് തരാം. ഇത് കൊണ്ടുപോയി മുടിയൊക്കെ ഒന്ന് വെട്ടി സുന്ദര കുട്ടപ്പനായിട്ടൊന്ന് വാ. ഡോക്ടർ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഡോക്ടറെ കണ്ടപ്പോ പേഷ്യന്റ് ആണോ ഡോക്ടർ ആണോ എന്നൊരു സംശയം വന്നുപോയി. താൻ തന്നെ വെച്ചാ മതി. എവിടെന്ന് വന്നു വരെ മാറും. ഒന്ന് വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ അയാൾ എങ്ങനെയാണെന്ന് ഈ വർക്കിക്കണ്ട. സുഖാണല്ലോ, വേറെ വിശേഷമൊന്നുമില്ലടി. എല്ലാവർക്കും തിരക്ക, വർക്കിക്ക് മാത്രം ഒരു തിരക്ക്. മന്മഥാറാണി, മന്മഥാറാണി, എന്റെ മന്മഥ ഏറ്റില്ല. ഇതിനെ വളച്ചു മന്മഥാറാണി. സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷമൊക്കെ അവിടെ കിടക്കട്ടെ. നീ എങ്ങോട്ടാ? ഡോക്ടറെ ഒന്ന് കാണാൻ. എന്താ അസുഖം? ഡ്രോയിങ്സ് ഒന്ന് കൊടുക്കാനാ ആ ഡോക്ടർ കാവ്യക്ക്. നീ ഇവിടെ കിടന്ന് കറങ്ങി കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്താ വല്ല മരം ചുറ്റിക്കളിയാണോ? അത് വർക്കിച്ചൻ കരുതുന്ന പോലൊന്നല്ല. ഓ പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഒരു ഈച്ച പോലും വർക്ക് അറിയാതെ അനങ്ങുകയല്ലേ, അറിയോ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. വർക്കിച്ചന്റെ ഇവിടുത്തെ ഹോൾഡ്. ആ ചെല്ല് ചെല്ല്, വെച്ച് താമസിപ്പിക്കേണ്ട ആശാനെ. അവന്റെ പോക്കിൽ എന്തോ ഒരു കള്ള ലക്ഷണമുണ്ടല്ലോ. അതെ, നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കാനായിട്ട് എന്തും ചെയ്യണം. സാജനോ? എന്താ ഈ സമയത്ത്? ഞാൻ ആ സിമ്പോസിയത്തിന്റെ ഡ്രോയിങ്സ് തരാൻ വന്നതാ. ഓ ഗോഡ്, ഞാനത് മറന്നുപോയി. താങ്ക്സ് അലോട്ട്. സാജൻ വളരെ കൃത്യനിഷ്ഠയുള്ള ആളാ. വാക്ക് തന്നത് പാലിക്കും. എന്നാ നമ്മൾ പോലെ. ബൈ സാജൻ. കാവ്യ, നീ എന്നെ വെറും ഒരു ഫ്രണ്ടായിട്ടാണോ കാണുന്നത്? പക്ഷേ ഞാൻ നിന്നെ എന്റെ ജീവനായിട്ടാ കാണുന്നത്. നോക്കമ്മേ, എല്ലാരും കാവ്യ എന്നെ മാറ്റാൻ ശ്രമിക്കുക. പൂജയും മീനയും ഇപ്പൊ ഇതാ പ്രദീപ്. ഇവർക്കൊക്കെ എന്താണമ്മേ എന്നോട് ഇത്ര ദേഷ്യം? പക്ഷെ അമ്മേ, കാവ്യ സ്വന്തമാക്കാൻ ഞാൻ എന്തിനും മടിക്കില്ല. സർബിൽ, എന്താ ഒറ്റയ്ക്ക് ഇവിടെ? ഇന്ന് ഞാൻ വിടില്ല. ഹായ്, ഇതാരാന്നൊന്ന് പറഞ്ഞേ. ക്ലിയോപെട്ര. പ്യുവർ ദേശി. ഐശ്വര്യ റായ്.
How sad. എന്റെ ടച്ച് പ്ലെയർ കിട്ടിയിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ലേ? യു നോ സംതിങ്, ഈ ഡോക്ടേഴ്സിന് ആരാ തൊട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ആ അത് ശരി. ലുക്കിംഗ് സെക്സി ടുഡേ. ഈ ഡ്രസ് ഇട്ടിട്ടും അങ്ങനെയാണോ? ഓഫ് കോഴ്സ്. ഞാനൊരു 6 months എക്സ്റേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നു. ആഹാ, അപ്പൊ എന്റെ ഈ ബോൺസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണല്ലോ അല്ലേ? അത് പോട്ടെ, തന്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അവർക്കൊക്കെ ഇന്ന് OP ഉണ്ട്. ഓ, ഞാൻ ഫ്രീ ആട്ടോ. ഐ ആം സോറി, പ്ലീസ് എക്സ്ക്യൂസ് മീ. സീ യു. എന്നോടൊത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തൂടെ പൃഥ്വി? അയ്യോ സോറി മാം, ഐ ആം ലിറ്റിൽ ബിസി. നിനക്കൊരു കാര്യം അറിയോ? എന്നെ ഉമ്മ വെച്ചാ പുതിയ എനർജി കിട്ടുമെന്ന് UK റിസർച്ച് ചെയ്യുന്നു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? അത് പിന്നൊരിക്കലാവും. Some other time. Bye. എന്താടി മോളെ, നിന്റെ ഈ ഷേപ്പും നിന്റെ മയക്കമുള്ള ചിരിയും കണ്ട് ആ സുന്ദരനായ ഡോക്ടർ പൃഥ്വിരാജ് വീണില്ലേ? നോക്കൂ സ്വീറ്റ് ഹാർട്ട്, ആപ്പിൾ തിന്നുന്നതിന് മുമ്പ് ആദം പോലും വളരെ അഡ്മന്റ് ആയിരുന്നു. പക്ഷേ ഹവ വിചാരിച്ചാലെല്ലാം ഈസിയാണ്. ദാറ്റ്സ് ദ പവർ ഓഫ് ഫീമെയിൽ ബോഡി. ഹായ്, എന്താ ഇത്? ഈ 2 പീസ് ഇട്ട് എങ്ങോട്ടാ? സ്വിമ്മിങ്ങിന്? അല്ല, സാജിനെ കാണാൻ വേണ്ടിയാ. You guys enjoy. Okay? Bye. Okay. ബൈ. ഇതെന്താടി വന്ന് വന്ന് ആ പേഷ്യന്റ് കറങ്ങി നടക്കുന്നത്? അത് ഓപ്പോസിറ്റ് അട്രാക്ഷനാ. മെയിൽ, ഫീമെയിൽ, പേഷ്യൻസ്, ഡോക്ടർ. അതെ, ഇന്നലെ പൃഥ്വി PG സ്റ്റുഡൻസിന് ലെക്ചർ നന്നായിട്ട് എടുത്തു. ഐ നോ ഹി ഈസ് ഗുഡ് അറ്റ് ഇറ്റ്. യു നോ, ഒരു നല്ല സ്പീച്ച് എങ്ങനെയുണ്ടാവും? പെണ്ണുങ്ങളുടെ മിനി സ്കേർട്ട് പോലെ ഇരിക്കണം. അയ്യോ, ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ മാത്രം ചെറുതും വിഷയം കവർ ചെയ്യാൻ മാത്രം വലുതും ആയാ മതി. ഇവളുടെ ഒരു കാര്യം. നോക്കളിയാ. എന്താ കാവ്യ നിന്റെ കൂട്ടുകാർക്കൊന്നും എന്നെ ഇഷ്ടമില്ലാത്തത്?
നീ എന്റെ കൂട്ടുകാരനല്ലേ? എന്തൊരു കലക്കം പീസാ. ലേ വിദ്യ, സാജൻ എന്തിനാ അവരെ ശ്രദ്ധിക്കുന്നത്? എനിക്ക് എന്നെ സാജൻ അറിയില്ലേ? What is this? Sajid! Sajid, എന്താ ഇത്? Sajid, please, no! Sajid! Sajid! Sajid, വേണ്ട Sajid! Sajid, ചെയ്യണ്ട! Sajid, മാറ്! Sajid! Sajid, വേണ്ട! Sajid! Sajid! സാജൻ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നേ? ഞാൻ അങ്ങനെയാ, ഞാനൊരു ക്രിമിനലാണ്. ഇങ്ങോട്ട് നോക്കി, നീ എന്റെ ഫ്രണ്ട് അല്ലേടാ? ഓക്കെ, പാസ്റ്റ് ഇസ് പാസ്റ്റ്. നീ ഇപ്പൊ പ്രോമിസ് ചെയ്, ഇനി ആരോടും വഴക്ക് പിടിക്കില്ലാന്ന്. പ്രോമിസ്? പ്രോമിസ്. ഓക്കേ, പ്രോമിസ്. Now you are a nice boy. നിന്റെ ഒരു ചിരി. നാളെ ഹോസ്പിറ്റലിലേക്ക് വരൂ കേട്ടോ. നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോവാം. ഓക്കെ, ബൈ. ഇപ്പൊ ക്ഷീണമൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ. എണീച്ചോളൂ. ഡോക്ടറെ കണ്ടിട്ട് പോയിക്കോളൂ കേട്ടോ. ശരി സിസ്റ്റർ. മരുന്നുകളൊക്കെ സമയത്ത് കഴിക്കണം, മുടങ്ങരുത് കേട്ടോ. ഓക്കെ, പോയിട്ട് വരും. 5 രൂപ ചെലവാക്കി കോണ്ടം മേടിക്കാൻ കഴിവില്ലാത്തമാർക്കൊക്കെ പ്രേമിക്കാൻ നാണമില്ലേ? ഇരിക്കാവേ, സുഖമില്ലാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് വേറൊന്നുമല്ല, പാർട്ടി കൊടുക്കാൻ വേണ്ടി സാജനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്സെറ്റ് ആവും എന്നെ കണ്ടില്ലെങ്കിൽ. ആ ക്രിമിനൽ സാജന, നീ എന്തിനാ അവന്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് എന്താടി ഭ്രാന്താണോ? ആ മെന്റലിന് വേണ്ടി നിന്റെ ആയിട്ട് നീ ഇനിയും പാഴാക്കണോ? എടി, അങ്ങനെ പറയരുത്. ഏയ്, നീ കൂടുതലൊന്നും പറയണ്ട. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു കൊലപാതകയാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. അവനെ പറ്റി എനിക്ക് നന്നായി അറിയാം. നിന്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇന്റർഫിയർ ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ ഇത്രയും നാളും നിന്നോട് പറയാതിരുന്നതെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. നീ അവന് വേണ്ടി നിന്റെ വിലപ്പെട്ട സമയം പാഴാക്കുന്നത് ഇറ്റ്സ് വെരി ബാഡ്. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾ സാജനെ കുറിച്ചൊന്നും പറയരുത്. നിനക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ഞാൻ എന്റെ റമ്മി പോവാം. യോ, ഈ ഓപ്പറേഷൻ തിയേറ്റർ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഇവിടെയുള്ള ഡോക്ടർമാരെ സമ്മതിക്കണം. രോഗികളുടെ വയറൊക്കെ കീറി ഇളക്കി ഈ ഡോക്ടർമാരെ പേടിച്ചില്ലെങ്കിൽ സംഗതി കുഴപ്പ. ഹലോ, എങ്ങോട്ടാ ഇത്ര സ്പീഡില്? ഞാൻ ക്രിമിനലാണ് പോലും, എന്നെ സൂക്ഷിക്കണം അത്ര. എന്താ ഞാൻ ചെയ്ത തെറ്റ്? എടാ കൊച്ചനെ, എന്തുണ്ടേലും ഈ വർക്കിയോട് പറ. വേറെ ആരാ? ആ മീനയും പൂജയും തന്നെ. എന്നെയും കാവ്യം തെറ്റിക്കാൻ അവരുടെ പരിപാടി. മോനോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? എന്നെ പേടിക്കണം പോലും, പേടിക്കണം. അത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം. ഒറ്റ എണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. മോനെ, അവിടെ നിക്കേ. അവരെന്തോ പറഞ്ഞത് വെച്ച് നീ വേണ്ടാത്ത അവിവേകം ഒന്നും കാണിക്കരുത്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്കേ. ഇതിനെന്ത് പറ്റിയ കർത്താവേ? അങ്കിളെ, റൂം നമ്പർ 14. അയ്യോ, റൂം നമ്പർ 14. എന്റെ മടിയിലെ പൊടി. റൂം നമ്പർ 14. ഓണത്തിനിടയ്ക്കാ കൂട്ടുകച്ചവടം. ഡോണ്ട് വറി, എണീക്കുമ്പോ എല്ലാം ഓക്കെ ആയിരിക്കും. ഇപ്പൊ മോള് കിടന്നോളൂ. എന്തിനാ എന്നെ ചെറിയ കുട്ടികളെ പോലെ? എനിക്കൊരു കുഴപ്പമില്ല. I'm okay, പൃഥ്വി. No, you are not okay. You are extraordinary. നിന്നെ ശുശ്രൂഷിക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടി. അത് ഞാൻ എൻജോയ് ചെയ്യട്ടെ. നിന്നെ കണ്ടു വേണം വർണ്ണിക്കുന്നത് പഠിക്കാൻ. അങ്ങനെയാണോ? ആദ്യം തനിക്ക് സുഖമാവട്ടെ, എന്നിട്ട് മതി കമന്റ്സ് ഒക്കെ. ഓക്കെ.
nice. മീന വളരെ ഭാഗ്യവതിയാണ്. She loves you very much. She is so lucky. So lucky. ഏയ് ആരാത്? ഹലോ ആരാന്ന്? മീനെ, ഇന്ന് സ്റ്റാഫൊക്കെ കുറവാണല്ലേ? വീക്കെൻഡും ഹോളിഡേസും ഇല്ലേ, അതുകൊണ്ടായിരിക്കും. അല്ല ഡോക്ടർ, എന്താ വല്ലാണ്ടിരിക്കുന്നത്? നിങ്ങൾ ഹോസ്റ്റലിൽ പോയത് കാവ്യ വിഷ് ചെയ്യാനല്ലേ? വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? സ്റ്റോപ്പ് ഇറ്റ് മീന, ചുമ്മാ ഇരി. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോ ആ സാജനില്ലേ, സാജനോ? അവൻ പുറത്തുണ്ടായിരുന്നു. അവൻ നമ്മുടെ കാവ്യയെ കാണാൻ വന്നായിരിക്കും. എന്നെ കണ്ട ഉടനെ അവൻ ഓടിക്കളഞ്ഞു. പൃഥ്വി, എനിക്ക് ആ സാജനെ കുറിച്ച് വല്ലാത്ത പേടി. പൃഥ്വി, ഞങ്ങളുടെ കാവ്യയെ ആ സാജനൊന്നും ചെയ്യില്ലല്ലോ. ഏയ്, അവൻ എന്ത് ചെയ്യാനാ? എന്നാലും നിങ്ങൾ അവനെ കാണുമ്പോ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു വാർണിംഗ് കൊടുത്തേക്കണം. ഡോക്ടർ, ഡോക്ടർ, പീഡിയാട്രിക് വാർഡിലൊരു എമർജൻസി. പേഷ്യന്റെ പേര് ബാലു. അപ്പൻഡിസൈറ്റിസ് കേസ്. സർജറിക്ക് വേണ്ടല്ലോ റെഡി. പൂജ, ആ കുട്ടിക്ക് ബ്ലഡ് വേണ്ടി വരും, പെട്ടെന്നില്ലേ? മീന അനസ്തേഷ്യ ചെയ്യലോ അല്ലേ? കം. ഇപ്പൊ ഡോക്ടർ വരുമല്ലോ. അനസ്തേഷ്യ ചെക്ക്. ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്തോ? ചെയ്തു പൃഥ്വി. ബ്ലഡ് കൊടുത്തോളൂ. അനസ്തേഷ്യ ചെക്ക് ചെയ്യ് വേഗം. ഡോക്ടർ, ബ്ലഡ് ബ്ലൂ കളർ. ഓ മൈ ഗോഡ്, ബ്ലഡ് ഗ്രൂപ്പ് കറക്റ്റ് ആണ് നോക്കി. വേഗം ചെക്ക് ചെയ്യ്. എ പോസിറ്റീവ്. ഡോക്ടർ, റോങ് ബ്ലഡ് ഗ്രൂപ്പ്. മൈ ഗോഡ്. It's over. ചുമ്മാ ബഹളം വെക്കല്ലേ. മറ്റാരും അറിയരുത്. ചുമ്മാ ഇരി. അറിഞ്ഞ പ്രശ്നം അറിയാതിരിക്കും. നമ്മുടെ കുഴപ്പമുണ്ടല്ലോ വിചാരിക്കും. പ്ലീസ്. പ്ലീസ്. ചേച്ചി, ഞാനാ ബാലു വന്നിരിക്കുന്നേ. നീ എന്താ ഈ സമയത്ത്? ചേച്ചി, പാവം അപ്പച്ചൻ. അപ്പച്ചൻ ആരുമില്ല. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് പണം സമ്പാദിക്കാം. ചേച്ചി, പാവം എന്റെ അപ്പച്ചൻ. ശരിടാ, നീ ഹോസ്പിറ്റലിൽ പോയി കിടക്ക്. ചേച്ചി, ഇക്കാര്യം മറക്കല്ലേ. ചേച്ചി നല്ല ചേച്ചിയാ. ഓക്കേടാ, നിന്നോട് പോയി കിടക്കാൻ പറഞ്ഞില്ലേ? ശരി ചേച്ചി, ഞാനിപ്പോ പോവാ. ഓക്കേ. ഹായ്. ഹായ്.
ഇപ്പൊ എങ്ങനെയുണ്ട്? മച്ച് ബെറ്റർ. ഉറങ്ങിയായിരുന്നു? ഇന്നലെ രാത്രി എനിക്ക് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ ബാലു വന്ന് എന്തൊക്കെയോ പറഞ്ഞു. എന്താണെന്ന് എനിക്ക്. ബാലു മോനോ? അതെ, എന്റെ ഫേവറേറ്റ് പേഷ്യന്റ്. വാട്ട് ടൈം? മേ ബി ആഫ്റ്റർ മിഡ്നൈറ്റ്. എന്താ അങ്ങനെ ചോദിച്ചേ? ബാലു മരിച്ചുപോയി. ഇന്നലെ നടന്ന ഓപ്പറേഷനിൽ. എന്താ നീ പറയുന്നേ? അതെ, ഇന്നലെ രാത്രി 11:30 നടന്ന ഓപ്പറേഷനിൽ. ഇംപോസിബിൾ. അവരോട് ഞാൻ രാത്രി സംസാരിച്ചതാ. Definitely after midnight. No, I spoke to him. Prithvi, be serious. ഞാൻ പറയുന്നത് സത്യമാണ്. നാളെ രാത്രി ഹോസ്റ്റലിൽ വന്ന് എന്നോട് സംസാരിച്ചു. അവന്റെ മുത്തശ്ശന് വീട് വാങ്ങിക്കണമെന്നും പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ. ഏയ് കാവ്യ, പ്ലീസ്. കഴിഞ്ഞത് കഴിഞ്ഞു. ബാലു മരിച്ചു, അതാണ് സത്യം. ഇന്നലെ രാത്രി തനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ ടാബ്ലറ്റ് തന്നിരുന്നില്ലേ, അത് മറന്നോ? താൻ കണ്ടത് വെറും സ്വപ്നമാണ്, വെറും ഒരു സ്വപ്നം. അതെടി, it make me a dream. ഞാൻ സ്വപ്നം കണ്ടെന്നോ? എനിക്കെന്തോ ഇതൊക്കെ സത്യമാണെന്ന്. കാവ്യ, you just relax. ഹോസ്റ്റലിൽ പോയി റെസ്റ്റ് എടുക്ക. No, no, I'm okay. കാവ്യ, ചേച്ചി, ഓപ്പറേഷനിൽ ബാലു മരിച്ചു. പാവം വർക്കിച്ച് ഭയങ്കര കരച്ചില്ല. ഇപ്പൊ വർക്കിച്ചായൻ എവിടെയാ? അറിയില്ല. താനെന്താ ഡള്ളായിട്ടിരിക്കുന്നേ? എനിക്കെന്തോ ഇന്നലത്തെ ഓപ്പറേഷൻ കഴിഞ്ഞത് മുതൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സ്റ്റോപ്പ് ഇറ്റ് പൂജ. ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. നമ്മൾ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ ഇതെല്ലാം. എനിക്കറിയാം, it was an accident. പക്ഷേ കുറ്റബോധം തോന്നുന്ന മീനെ ഞാൻ ഇക്കാര്യം കാവ്യയോട് പറയാത്തോണ്ട് മനസ്സിന് റിലീഫ് കിട്ടുന്നില്ല. അവളുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പൂജ, നമ്മൾ ഈ കാര്യം ആരോടെങ്കിലും പറയാൻ പോയാ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും. റിലാക്സ്. ഒരു കാര്യം ചെയ്, താൻ നാട്ടിൽ പോയി കുറച്ചു ദിവസം റെസ്റ്റ് എടുത്തിട്ട് വാ. മനസ്സൊന്ന് ഫ്രീ ആവട്ടെ. അത് ശരി, എനിക്കറിയാം നീ എത്ര സെൻസിറ്റീവ് ആണ്. പ്രതി പറയുന്ന കേക്ക്. നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വാ. ശരി. അപ്പൊ കാവ്യയോട് ഞാൻ പറഞ്ഞോളാം. എന്താ? ഓക്കേ. ബൈ. പൃഥ്വി, ടേക്ക് കെയർ ഓഫ് മീന. ഓക്കേ. സ്വീറ്റ് ഹാർട്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചെല്ല്. ബൈ. She is very attached to Kavya. കാവ്യക്കും അവളെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. Yeah, I know it. തനിക്കെന്താ പ്രോഗ്രാം? ഒന്നുമില്ല. റൗണ്ട്സ് കഴിഞ്ഞ പഴയ പീഡിയാട്രിക് വാർഡിൽ കുറച്ച് കേസ് സ്റ്റഡീസ് റെഫർ ചെയ്യാനുണ്ട്. ഓക്കെ, ബൈ. പിന്നെ ആ വാർഡ് തുറന്നിട്ട് കുറച്ച് ദിവസമായി. അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പറ. ഓക്കെ, ബി കെയർഫുൾ. Prithvi, you are so sweet.
എന്തോ കാണിക്കുന്നു മസിൽ പിടിച്ചോണ്ട് എന്തോ അടി ഇപ്പൊ ഒരു സുഖമൊക്കെ തോന്നില്ലേ ഡോക്ടർ എന്തിനല്ല ഇപ്പോഴും പേഷ്യന്റ് ഇങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്നേ ഞാൻ എന്ത് ചെയ്യാനോ ഡോക്ടറെ ഇവര് കിടന്ന് വെറുതെ പിച്ചും പേയും പറയുക അത് നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റി വളരെ മോശമായിട്ടാ പറയുന്നത് ഇവിടുത്തെ ഡോക്ടർമാര് ചേർന്ന ഒരു കുട്ടിയെ കൊന്നെന്നോ അത് മരിച്ചുപോയൊരു ബാലു പറഞ്ഞെന്നൊക്കെ ഇവര് പറയുന്നത് ആര് പറഞ്ഞെന്നാ പറഞ്ഞേ ബാലുവിനെ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി കൊന്നു എന്താടി അരങ്ങി കിടക്കടി അവിടെ നോക്കൂ മേട്ടൻ എന്തിനായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പേഷ്യന്റിന് ഇങ്ങനെ ഷോക്ക് കൊടുക്കുന്നത് വളരെ തെറ്റാണ് അത് തന്നെയല്ല നിങ്ങളുടെ പേരിൽ ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട് ഇനി ഇങ്ങനെ ചെയ്താ ഞാൻ സൂപ്രണ്ടിനോട് പറഞ്ഞ് നിങ്ങൾ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടേണ്ടി വരും സോറി ഡോക്ടർ ഒരു അബദ്ധം പറ്റിയതാ ഇനി ആവർത്തിക്കില്ല അവൻ ഇന്നലെ കൂടെ ഡോക്ടർ അടുത്ത് വന്നു അല്ലേ അവൻ എന്നോട് പറഞ്ഞു ഡോക്ടർ അവൻ ചോദിക്കുന്നത് കൊടുത്തേക്കു ഡോക്ടർ അല്ലെങ്കിൽ അവന്റെ ആത്മാവ് കറങ്ങിക്കൊണ്ടിരിക്കും നിങ്ങൾ ആത്മാക്കളെ സഹായിക്കാന്ന് പൂജാ ബോർഡിനടുത്ത് പറഞ്ഞുവല്ലോ അതുകൊണ്ട് അവര് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ശാന്തി കിട്ടാത്ത ആത്മാക്കള് ഭയങ്കര അപകടകാരികളാണ് ഡോക്ടർ 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 സൂക്ഷിക്കണം 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 ഡോക്ടർ കാവ്യേ എന്താ മീനെ പുറത്ത് പൂട്ടിരിക്കായിരുന്നല്ലോ നീ എങ്ങനെ അകത്തു വന്നു എന്നെ ആരോ കൊന്നു കളഞ്ഞു കാവ്യേ കാവ്യേ എന്നെ ആരോ കൊന്നു പഴയ പീഡിയാട്രിക് മാറിപ്പോയി എനിക്ക് പേടിയാവുന്നു Where did you go, Meena? I'm scared. Meena? ഞാൻ പറയുന്നത് വിശ്വാസമില്ലേ പൃഥ്വി? കാവ്യ, വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ദിസ് ഈസ് റെഡിക്കുലസ്. പൃഥ്വി, ഇത് സത്യമാണ്. മീനെ അവളെ ആരെ കൊന്നു. തലേന്നൊക്കെ രക്തം വന്ന് മുഖമാകെ. പോലീസിൽ അറിയിച്ചാലോ? കാവ്യ, സ്റ്റോപ്പ് ഇറ്റ്. ടേക്ക് ദിസ് മെഡിസിൻ. സോ നീ ഒരു ഡോക്ടറെ പോലെയാണ് ഇതൊക്കെ കേട്ടോണ്ടിരുന്നല്ലേ? കാവ്യ, കാവ്യ, ഇറ്റ്സ് മൈ. വേണ്ട, എന്റെ ഫ്രണ്ട് ആയിരിക്കും വിചാരിച്ചു. പക്ഷേ
എവിടെയാണ്? നീയല്ലാതെ എനിക്ക് ആരുമില്ല. ഞാൻ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ല. കാവ്യ, പൂജയും മീനയും മാത്രമേ ഉള്ളൂ, ഞാനില്ലേ? I love you, Kavya. Shut up. Love? You don't deserve my love. You are just bloody doctor. That's it. Hey, Kavya. Everything will be all right. Just trust me. How can you trust someone who thinks I'm crazy? Sergeant! 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 നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? സാജൻ എന്താ ഒന്നും മിണ്ടാത്തത്? അതിന് എന്റെ കൂട്ട് നിന്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോ ഞാൻ നിന്റെ ആരുമല്ല. എന്താ കാവ്യ ഇത്? ഞാനൊരു കാര്യം പറഞ്ഞ എനിക്ക് വേണ്ടി അത് ചെയ്യൂ. ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. നീ എന്റെ കൂടെ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരൂ. എന്താ കാര്യം? ഓ, കാര്യം അറിഞ്ഞാലേ വരൂ. എനിക്ക് വേണ്ട. ഞാൻ വരാം. എനിക്കിനി ആരും കാണണ്ട. എന്നെ കൊണ്ടുവന്ന് വെറുതെ വിടരുത്. എന്താ ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്നത്? ഞാൻ പറയുന്നത് പെട്ടെന്ന് ചെയ്യേ. What the hell are you doing? കുട്ടി ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലോ? ഡോക്ടർ കിടന്നോളൂ. ഇനി ആരോ കൊന്നു ഡോക്ടർ. കിടന്നോളൂ. ഡോക്ടർ, എനിക്ക് മരിച്ചവരെ കാണാം ഡോക്ടർ. ഞാനത് പ്രത്യേകോട് ശരി ശരി, ഇറ്റ്സ് ഓക്കെ, റിലാക്സ്, കൂൾ ഡൗൺ കാവ്യ. ഒന്നും സംഭവിക്കില്ല, ഒക്കെ ശരിയാവും. യു വിൽ ബി നോർമൽ. നോർമൽ? എനിക്ക് ഭ്രാന്താണെന്നോ? കാവ്യ, എനിക്ക് ഭ്രാന്ത് പിടിച്ച ഭ്രാന്തിയാണോ കാണിച്ചേ? I hate you. I want to see you. കാവ്യ, പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോ ഒക്കെ ശരിയാവും. ഡോണ്ട് വറി. I hate you. എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ കാവ്യ. ഡോക്ടർ, തെറ്റ് ചെയ്തിട്ട് ആ കാര്യം മറച്ചു വെച്ച അതാരും അറിയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? തെറ്റ് ചെയ്യുന്നവരെ ആത്മാക്കളെ വിടില്ല. ആർക്കും രക്ഷപ്പെടാനാവില്ല. അവരുടെ തെറ്റുകൾ തന്നെ അവരെ കൊന്നുകൊണ്ടേയിരിക്കും. ബ്യൂറോയ്ക്കുള്ളിൽ അസ്ഥിപഞ്ചരം മറച്ചു വെച്ചാലും അത് പുറത്തു വന്ന് സത്യം പറയും ഡോക്ടർ. ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന്. എല്ലാവരും മരിക്കും. നിനക്കെങ്കിലും സംഭവിച്ച സമയത്ത് പോയല്ലോ. ഡോക്ടർ, തെറ്റ് ചെയ്തിട്ട് ആ കാര്യം മറച്ചു വെച്ച അതാരും അറിയില്ലെന്നാണോ വിചാരിച്ചത് ഡോക്ടർ? എല്ലാ കാര്യങ്ങളും പുറത്തു വരും. വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. ഡോക്ടർ സൂക്ഷിക്കണം. ആർക്കും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അവരുടെ തെറ്റുകൾ അവരെ തന്നെ കൊല്ലും. ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന്. പൂജ, പൂജ, പൂജ. കാവ്യ, നിന്നെ ഞങ്ങളെ ഫ്രണ്ട് എന്നല്ല കരുതിയത്. പക്ഷെ നീ പൂജ, ഞാൻ എന്ത് ചെയ്യാനാ? ഒരു ഡോക്ടറായി എനിക്ക് കാവ്യയെ രക്ഷിക്കാൻ വേറെ മാർഗമില്ലാത്തോണ്ടാ അവൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഭ്രാന്താശുപത്രിയിൽ കെട്ടിയിരുന്നതാണോ ഒരു ഡോക്ടറുടെ ജോലി? അവന് പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടാവില്ലേ? നീ അത് ശ്രദ്ധിച്ചോ?
ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. എനിക്കെല്ലാം മനസ്സിലായി. നീ സ്നേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ലെന്ന്. തനിക്കറിയില്ല, എനിക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിന്നെ പ്രാണന് തുല്യം സ്നേഹിച്ച മീന അവളിപ്പോ എവിടെയാണെന്നോ എന്താണെന്നോ എന്തെങ്കിലും നീ അന്വേഷിച്ചോ? നീ ഒരിക്കലും ഞങ്ങളെടുത്ത് വരരുത്. ഞങ്ങൾക്ക് നിന്നെ കാണണ്ട. നീ എന്തായി പറയുന്നത്? ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. നിന്റെ നിഴൽ പോലെ അവളുടെ മെത്ത പതിവരുത്. ആരാത്? പൂജ, വാ നമുക്ക് പോ. ഇല്ല, ഞാൻ വരുന്നില്ല. പൂജ ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വാ, ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കാം. എനിക്ക് എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നില്ല. ഡ്യൂട്ടി റൂമിൽ പൊക്കോളാം. ഈ ഡോക്ടർ എന്താ ഈ സമയത്ത് ഇവിടെ? ആരെവിടെ നിന്ന ഈ വർക്കിക്ക് എന്താ? പക്ഷേ എന്തിന് ഡോക്ടർ? അയ്യോ, പാലു. കാവ്യേ, കാവ്യേ, മീനെ കൊന്നതുപോലെ ആരും എന്നെയും കൊന്നു. പൂജ, പൂജ, ഓക്കെ, ശരി. I'll see to it. ഹലോ, അതെ പോലീസ് സ്റ്റേഷനാണ്. ആരാ പറഞ്ഞതുപോലെ we are starting now. ഓക്കെ, ഞാൻ കൊടുക്കാം. സാറേ ഒരു മിനിറ്റ്. സിറ്റി ഹോസ്പിറ്റലിലെ സൈക്കാട്രി വാർഡിൽ നിന്നൊരു ഫോൺ ഉണ്ട്. സൈക്കാട്രി വാർഡിൽ? അതെ സാർ. ഏതൊരു കാവ്യ സാറിനോട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന്. ഹലോ ഹലോ, ഡിവൈഎസ്പി സാറാണോ? അതെ, കാവ്യാണ്. അന്നേരക്ക് ഞാൻ ഡോക്ടർ കാവ്യ. എന്റെ ഫ്രണ്ട് മീനയെ കൊന്ന പോലെ ആര് പൂജയെ കൊന്നിരിക്കുന്നു. അവളിപ്പോ എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ അവിടെ വരാം. എത്രയും പെട്ടെന്ന് വരണം സർ. എനിക്ക് ആകെ പേടിയാവുന്നു. വരാം. ഉണ്ണി. എന്തോ സർ? നമുക്ക് സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. ഓക്കെ സർ. കം വിത്ത് മീ. യാ. ഇങ്ങോട്ടാണ് ഫോൺ ചെയ്ത്. നടക്കാൻ ഇങ്ങോട്ട്, നടക്കാൻ. മിണ്ടരുത്. നീ എന്നെ കുറിച്ച് ഡോക്ടർക്ക് കംപ്ലൈന്റ് കൊടുക്കൂലേ? കാണിച്ചു തരാടി ഞാൻ. എന്താ ഡിവൈഎസ്പി സാർ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? ഡോക്ടർ പൂജ ആരോ കൊന്നെന്ന് ഡോക്ടർ കാവ്യ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അവരിപ്പോ ഡോക്ടറല്ല, അവരൊരു പേഷ്യന്റ് ആണ്. നീനെ കുറിച്ച് കംപ്ലൈന്റുമായി സ്റ്റേഷനിൽ വന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സംസാരത്തിൽ ഒരു സിൻസിയറിറ്റി ഉണ്ടായിരുന്നു.
അവര് പറയുന്നത് സീരിയസ് ആയി എടുക്കണ്ട. അവരൊരു സ്ക്രിജോഫ്രീനിയ പേഷ്യന്റ് ആണ്. കാവ്യ ഇപ്പൊ എവിടെയുണ്ട്? എനിക്ക് അവരെ ഒന്ന് കാണണമായിരുന്നു. അവര് സൈക്കാട്രി വാർഡിലുണ്ട്. ഞാൻ വിളിച്ചു പറയാം. താങ്ക് യു. DYSP സൂരജ് മേനോൻ അങ്ങോട്ട് വരുന്നുണ്ട്. വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. ഓക്കെ? എന്താണ് ഈ പേഷ്യന്റിനെ സോളിറ്ററി വാർഡിൽ ഇട്ടിരിക്കുന്നത്? ഈ പേഷ്യന്റ് വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാ. കാവ്യ, കാവ്യ, എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. ഇത് ചോദ്യം ചെയ്യലാണെന്ന് കരുതരുത്. എന്തും തുറന്നു പറഞ്ഞോളൂ. എല്ലാം നമുക്ക് അന്വേഷിക്കാം. റിലാക്സ്. I'll definitely do my best. Sure. എടോ, താൻ എന്നെ ഒന്ന് തൊട്ടെ. ടച്ച് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാർ. എന്താ സാർ? എനിക്കൊരു സംശയം. ഞാൻ മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോന്ന്. എന്താ സാർ ഇങ്ങനെ? അല്ലടോ, ആ കാവ്യ പലവട്ടം പറയുന്നു അവൾ മരിച്ചവരെ കാണുന്നു, മരിച്ചവരെ കാണുന്നു. എന്നെയും കാണുന്നു. ഇനി ഞാനോ മറ്റോ മരിച്ച ആളാണോ? ഈ മരിച്ചു എന്ന് പറയുന്ന പൂജയെ പറ്റിയും മീനെ പറ്റിയും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പ്രയാസമായിരിക്കും. യു ആർ കറക്റ്റ് സർ. കാവ്യയുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്താലോ? ടെക്നിക്കലി ദിസ് കേസ് വോണ്ട് സ്റ്റാൻഡ്. ഒരു മെന്റൽ പേഷ്യന്റിന്റെ വാക്കിന് കേസ് ഡയറിയിൽ സ്ഥാനമില്ലടോ. യെസ്. ഹലോ, സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന്? താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഉണ്ണി സർ, നമുക്ക് സിറ്റി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പൃഥ്വി ഒന്ന് കാണണം. ഓക്കെ സമം. പേടിക്കണ്ട, ആശുപത്രി എത്തിയില്ലേ? ഒന്നും സംഭവിക്കില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. വാ ഡോക്ടർ, അവനിപ്പോ എങ്ങനെയുണ്ട്? Now he's all right. But ഇയാൾ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? പ്രേമിച്ച പെണ്ണ് കൈവിട്ടു പോയി ഡോക്ടർ. അതിന് വഞ്ചിച്ച ആ പെണ്ണല്ലേ മരിക്കേണ്ടത്? ആത്മാർത്ഥമായി സ്നേഹിച്ച് ഇയാളല്ലല്ലോ. ഇപ്പോ ഉള്ള പെണ്ണുങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് സാർ. തെറ്റാണത്, വലിയ തെറ്റാണ്. നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കണം. എന്നാ അവൾ നമ്മൾ ഒരിക്കലും വിട്ടുപോയില്ല. ഡോക്ടർ പറഞ്ഞത് ശരിയാ. നഴ്സിന്റെ ഇൻഫർമേഷൻ വളരെ ക്രൂഷ്യലാണ്. സോറി, കുറെ നേരമായി വന്നിട്ട്? നോ ഡോക്ടർ, വന്നതേ ഉള്ളൂ. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിൽ വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടറെ അഡ്വൈസ് കൊള്ളാം. എന്താ സാർ പ്രശ്നം? മീന, പൂജ എന്നിവരുടെ മിസ്സിംഗ് കേസിനെ പറ്റിയാണ്. എനിക്കറിയേണ്ടത് അവരെ കുറിച്ചാണ്. അവരുമായി ഡോക്ടർക്ക് നല്ല ബന്ധമായിരുന്നു അല്ലേ? യെസ്, ദേ ആർ മൈ ഗുഡ് ഫ്രണ്ട്സ്. മിസ്റ്റർ പൃഥ്വി, മീനെ ആരാ അവസാനം കണ്ടത്? മീനയെ അവസാനമായിട്ട് കണ്ടത് വർക്കിയാണ്. ഇവിടുത്തെ പീഡിയാട്രിക് വാർഡിലേക്ക് പോകുന്ന കണ്ടു. അപ്പൊ പൂജ? പൂജ വീട്ടിൽ നിന്ന് വന്ന ശേഷം ഹോസ്റ്റലിലേക്ക് പോകുന്നില്ല, ഡ്യൂട്ടി റൂമിലേക്കാ പോകുന്നെന്ന് പറഞ്ഞു. ആ സർ, അന്ന് രാത്രി വർക്കിയെ ഞാൻ സംശയകരമായ സിറ്റുവേഷനിൽ കണ്ടു. അതാരാ വർക്കി? ഓ, ആ ഓപ്പറേഷൻ ഇടയിൽ ഡോക്ടറിന്റെ കെയർലെസ്നെസ് കൊണ്ട് മരിച്ച ബാലുവിന്റെ? യെസ് സർ, ബാലുസ് ഗ്രാൻഡ് ഫാദർ. പക്ഷേ ബാലു മരിച്ചത് ഡോക്ടറുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. അതെനിക്ക് അറിയാവുന്നതാണ്. അതിരിക്കട്ടെ, എനിക്കറിയേണ്ട ഒരു പ്രധാന കാര്യം, ഈ കേസിൽ പൃഥ്വിക്ക് ആരെങ്കിലും സംശയമുണ്ട്? എനിക്ക് പക്ഷേ ആ വർക്കി. ആ പൃഥ്വി, നിങ്ങൾ എവിടെയാ താമസം? ഞാനിവിടെ വൈറ്റിലല്ല. വൈറ്റിലല്ലോ? അപ്പൊ എന്റെ റൂട്ടാണല്ലോ. ഞാനും അവിടെ തന്നെയാ താമസിക്കുന്നത്. ഓ, ഇടയ്ക്ക് എന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് വരണം. ഓ ആയിക്കോട്ടെ. ഇപ്പോ ഞാൻ ഇറങ്ങുക. ഓ, പൃഥ്വിയുടെ സഹായം ഇനിയും എനിക്ക് വേണ്ടി വരും. ഓ ഷുവർ, എനി ടൈം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. വെൽക്കം. യെസ്.
രാജു ആ വർക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ശരി സാർ. തന്റെ പേര് വർക്കീന്നല്ലേ? എന്താ സാറേ? താൻ സത്യം പറഞ്ഞോളണം. താൻ എന്താ ഡോക്ടർമാരെ ചെയ്തത്? അയ്യോ എനിക്കൊന്നും അറിയില്ല സാറേ. കാര്യം എന്താണ് സാറേ? എനിക്കൊന്നും അറിയില്ലല്ലേ? മര്യാദക്ക് സത്യം കൊന്നോ? എനിക്കൊന്നും അറിയില്ല. ഞാൻ ആ 2 പെൺകുട്ടികളെ കൊന്നിട്ടില്ല സാറേ. എനിക്കൊന്നും അറിയില്ല. ഞാൻ നിരപരാധിയാണ്. തനിക്ക് വേറെ ആരെങ്കിലും സംശയമുണ്ടോ? സത്യം പറഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടാം. സാറേ, ഒരു ദിവസം ആ സാജൻ എന്നോട് പറഞ്ഞു ആ പെൺകുട്ടികൾക്ക് അവനോട് ദേഷ്യമാണെന്ന്. ആ ഡോക്ടർമാരെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ പോയത്. എനിക്ക് അവനെ ബലമായ സംശയമുണ്ട് സാർ. ഒരുപക്ഷെ അവൻ ചെയ്തതായിരിക്കുമോ സാറേ? സാജൻ, അവനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയ ഉടൻ എന്നെ അറിയിച്ചോളണം. മനസ്സിലായോ? ശരി സാറേ. താൻ വിട്ടോ. പൊക്കോ. എന്റെ അപ്പച്ചൻ പാവം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്തായി അന്വേഷണം? ഇന്നലെ വർക്കിയെ കണ്ടിരുന്നു സർ. പോലീസ് മുറകളൊക്കെ പരീക്ഷിച്ചോ? അയാൾ ആളൊരു പാവത്താനാ. അയാൾ പറയുന്നത് സാജനാണെന്നാ. സാജൻ? സംശയമുള്ള ആരെയും വെറുതെ വിടണ്ട. അവനെയും ഉടനെ ചോദ്യം ചെയ്യണം. താൻ സേവിയറിനെ കൂടെ കൂട്ടിക്കൊള്ളൂ. 24 മണിക്കൂറിനകം എനിക്ക് റിപ്പോർട്ട് കിട്ടണം. ഓക്കെ സർ. ഈ സാജൻ എവിടെ പോയതാ? അങ്ങനെ എവിടെയാ പോയെന്ന് എനിക്ക് അറിയില്ല സാർ. വന്ന ഉടനെ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. വരട്ടെ സാർ. സാർ, സാജനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. ഈ ഫയലിലുണ്ട്. എന്താണോ അയാൾ കുഴപ്പക്കാരനാണോ? അവനത്ര ചില്ലറക്കാരനൊന്നുമല്ല സാർ. അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ മോശ. കൊലക്കേസിൽ പ്രതിയാണ് അവൻ. മീശ മുളയ്ക്കാത്ത പ്രായത്തില്, അതും സ്വന്തം അമ്മാവനെ. കൊലക്കേസോ? അതെ സാർ. അവൻ വളർന്ന സാഹചര്യം അതായിരുന്നു. നന്നേ ചെറുപ്പത്തിലെ അവന്റെ അമ്മ മരിച്ചുപോയി. അമ്മയുടെ മരണശേഷം അവന്റെ മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു സാർ. 4 വർഷം തിരുവനന്തപുരത്തെ ജുവനൈൽ ഹോമിലായിരുന്നു. ഇപ്പോ പുറത്തിറങ്ങിയ ശേഷം അവന്റെ പേരിൽ കേസൊന്നും ആയിട്ടില്ല. പിടിക്കപ്പെട്ടിട്ടില്ല. കുറ്റം ചെയ്തില്ലെന്ന് ആർക്കറിയാം? എനിവേ, ഹീസ് എ പൊട്ടൻഷ്യൽ സസ്പെക്ട്. എവിടെ ഉണ്ടെങ്കിലും പിടിച്ചിരിക്കണം. അല്ല സാർ, കേസ് അന്വേഷണം എവിടം വരെ ആയി? മീനയും പൂജയും കുറിച്ച് വല്ല വിവരം കിട്ടിയോ? എന്ത് വിവരം? അവര് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയാൻ ഇതുവരെ ഒരു തെളിവുകളും കിട്ടിയിട്ടില്ല. പ്രേതം പറയുന്നു എന്നൊക്കെ കാവ്യ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ പോലീസുകാരില്ലേ, മന്ത്രവാദികളൊന്നും അല്ലല്ലോ. വർക്കി പറയുന്നു സാജനാണ് ഇതിന്റെ പിന്നിലെന്ന്. സാജനോ? മീനയോടും പൂജയോടും സാജന് വൈരാഗ്യം ഉണ്ടായിരുന്നു. ഡോക്ടർക്ക് അറിയോ ഈ സാജനെ? യെസ്, അവനെനിക്കറിയാം സർ. അവര് തമ്മിൽ എങ്ങനെയാണ്? കാവ്യയും സാജനും വലിയ ഫ്രണ്ട്സാണ്. പക്ഷെ സാജനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാജൻ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരാളുടെ മുഖം നോക്കി അയാൾ ക്രിമിനലാണെന്ന് എങ്ങനെയാ സർ പറയുക? അതുപോലെ നല്ലവരാണെന്നും പറയാൻ പറ്റില്ല. യു ആർ റൈറ്റ്. ഓക്കെ സർ, ഞാൻ ഇടയ്ക്ക് വരാം. പറഞ്ഞാൽ പോലെ വരണം. വരാം സർ. കാവ്യ, കാവ്യ. സാജൻ, സാജൻ, സാജൻ. സാജൻ എങ്ങനെ അകത്ത് വന്നേ? അയ്യോ, എന്നെ നോക്ക് സാജൻ. ഇപ്പൊ ഞാൻ ഈ സോളിറ്ററി വാർഡൻ. എനിക്ക് ആരുമില്ല.
എനിക്ക് പേടിയാവുന്നു. നമുക്ക് പോവാം. It's not easy. വേണ്ട സാജൻ, ഞാൻ ശാന്തമായിരുന്ന എന്നെ റെഗുലർ വാർഡിലേക്ക് മാറ്റും. അപ്പൊ നമുക്ക് രക്ഷപ്പെടാം സാജൻ. സാജൻ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീയും എന്നെ ഉപേക്ഷിക്കരുത്. പ്രോമിസ്. Promise. Promise. ആ വരണം വരണം. ഒരുപാട് നാളായല്ലോ നിന്നെ കണ്ടിട്ട്. IPS കാരന്റെ തിരക്കായിരിക്കും. കളിയാക്കാതെ സാറേ, സാറിന് ഞാൻ എത്ര സല്യൂട്ട് ചെയ്തിട്ടുള്ള. പിന്നെ ഒരു IPS എന്ന് വെച്ച് അനന്തൻ അല്ലാതാകുന്നില്ലല്ലോ. അല്ല, നല്ല ലോണാണല്ലോ, ഇങ്ങോട്ടിരുന്നല്ലോ. ഓക്കെ, അങ്ങനെ ആവട്ടെ. നിന്റെ വീരഗാഥകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അനന്തകൃഷ്ണൻ, തിരുവനന്തപുരത്ത് ഗുണ്ടകൾ ഭയക്കുന്ന പോലീസ് ഏമാൻ, ആന്റി ഗുണ്ടാ സ്ക്വാഡിന്റെ ശക്തിയും ധൈര്യവും. അതിരിക്കട്ടെ, ഏമാന്റെ ഇങ്ങോട്ടുള്ള വരവിന്റെ ലക്ഷ്യം? കാര്യമുണ്ട്, പറയാം. അല്ല, അതെനിക്കറിയാം. ഒരു കേസും ഇല്ലാതെ ഇങ്ങോട്ട് വരുത്തില്ലെന്ന് എനിക്കറിയാം. അതല്ല സാറേ, ഇതൊരു പുതിയ കേസൊന്നുമല്ല. എന്റെ ഇപ്പോഴത്തെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട കേസും അല്ല. പക്ഷേ തന്നെ ഏൽപ്പിക്കുന്നത് നന്നായിരിക്കും തോന്നി. അതാ ഈ ഫയലൊക്കെ കൊണ്ടുവന്ന്. എന്താ, വല്ല കൊലപാതക കേസുമാണോ അതോ ശ്രീപീഡനോ? ഹേയ്, അത് രണ്ടുമല്ല. ഒരു മിസ്സിംഗ് കേസാ. ഒരു പൊളിറ്റീഷ്യന്റെ അടുപ്പുണ്ടായിരുന്ന പെണ്ണ. അതുകൊണ്ട് തന്നെ അധികാരം അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നോട് വളരെ പേഴ്സണലായിട്ട് ആവശ്യപ്പെട്ട കേസാ. ഏതായാലും നമുക്കൊരു കാപ്പ് കുടിച്ചിട്ട് തുടങ്ങാം ഐശ്വര്യമായിട്ട്. ഓക്കെ ഓക്കെ. ഈ സംഭവങ്ങൾ പുറത്തിറങ്ങിയാൽ അത് ആശുപത്രിക്ക് ചീത്തപ്പേരാകും. ഡോക്ടർ പേടിക്കാതിരിക്കൂ. ഇവിടെ നമ്മൾ കുറച്ചു പേർക്കല്ലേ ഇതൊക്കെ അറിയാവൂ. പുറത്തു പോകാനുള്ള ഒരു സ്കോപ്പും ഞാൻ കാണുന്നില്ല.
2 ഡോക്ടർമാരെ കാണാതായി എന്നല്ലേ ഉള്ളൂ. മരിച്ചു എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഡോക്ടറല്ലേ? അതെ. ഡോക്ടർ ധൈര്യമായിട്ടിരിക്കും. എന്തായാലും ഒരു ശ്രദ്ധ വേണം എല്ലാ കാര്യത്തിലും. ഞാനൊന്ന് പറയാൻ കാര്യം, ഈ പത്രക്കാരെ വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹലോ. ഇന്ന് ഞാൻ ലീവാ. നല്ല സുഖമില്ല. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാൻ ശ്രമിക്കാം. പിന്നെ കാവ്യയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, ശരി, ഞാൻ പിന്നെ വിളിക്കാം. എറണാകുളം സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും 2 ലേഡി ഡോക്ടേഴ്സിനെ കാണാതെയായതോടെയാണ് ആത്മാക്കളും വിവാദത്തിലായത്. കാണാതെ പോയവർ മരിച്ചുവെന്നും അവരുടെ ആത്മാക്കൾ തന്നോട് സംസാരിച്ചുവെന്നും ഒരു സഹപ്രവർത്തകയും സുഹൃത്തുമായ ഡോക്ടർ കാവ്യയുടെ വെളിപ്പെടുത്തലാണ് ഈ വിവാദങ്ങൾക്ക് പുതിയ മുഖം നൽകുന്നത്. ഡോക്ടർ കാവ്യ ആ കോർട്ട് നോട്ടീസ് എല്ലാം കൂടി ഒരു ഫയലിൽ വെക്കണം. അതിന്റെ ആവശ്യം വരും. ശരി സാർ. എന്തായാലും ഉണ്ണി, ആ ആർട്ടിസ്റ്റിനെ കിട്ടിയോ? ഇല്ല സാർ, അവൻ മുങ്ങിയെന്നാ തോന്നുന്നേ. കുറച്ച് ദിവസമായിട്ട് അവനെ ആരും കണ്ടിട്ടില്ല. എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് കൊടുക്കണം. ആ മീനയുടെയും പൂജയുടെയും ഫോട്ടോ കൂടെ കൊടുക്കണം. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. എന്താ സൂരജ്, എന്താ ഇത്? ഇന്നത്തെ പത്രമൊന്നും കണ്ടില്ലേ? കണ്ടു സർ. ഈ പത്രക്കാര് വെറുതെ എനിക്കിവിടെ ഇരിക്കപ്പെടുന്നില്ലായിരിക്കുക. വേളയിൽ വിളിയോട് വിളി. സാറിന്റെ പ്രഷർ എനിക്കറിയാം സർ. ആ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം എന്തായി? ഞാൻ അന്വേഷിക്കുന്നുണ്ട് സർ. ഇനി എന്നെ കാണണം സർ. ആ SP എനിക്ക് ഇരിക്കപ്പുറം തരുന്നില്ല. ഡു ദിസ് ഇമ്മീഡിയറ്റ്ലി. യെസ് സർ. എങ്ങനെയുണ്ട്? ഞങ്ങൾ കുറെ അനുഭവിച്ചതാ. നിങ്ങള് കയ്യും കാലും മുറുക്കി പിടിച്ചോ. കാവ്യ, നീ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ അവരുടെ കണ്ണ് വെട്ടിച്ച് വന്നതാ. എനിക്കൊരു അസുഖമില്ല ഡോക്ടർ. ഇതെന്റെ ഫ്രണ്ട് സാജൻ. ഗുഡ് ഈവനിങ് ഡോക്ടർ. നമസ്കാരം. രണ്ടുപേരും ഇരിക്കേ. സാജൻ ഇരിക്കേ. ഒരു കുഴപ്പമില്ല. ആള് കുറച്ച് ഷൈയാ. എന്റെ കൂട്ടുകാരെ ആരോ കൊന്നതാ ഡോക്ടർ. അവരെ ആരും കൊന്നിട്ടില്ല. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വാർഡിൽ പോ. നോ ഡോക്ടർ. സാജനോട് ചോദിച്ചോളൂ. സാജൻ, ലുക്ക് കാവ്യ, നിങ്ങൾ ഇപ്പോഴും നോർമൽ അല്ല. യു നീഡ് ട്രീറ്റ്മെന്റ്. ഒരു ചാൻസ് തരണം ഡോക്ടർ. പ്ലീസ് ട്രസ്റ്റ് മീ. ഓക്കേ. വരൂ സാജൻ, നമുക്ക് പോവാം. സാജൻ, ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാം. നമുക്ക് പിന്നെ കാണാം. കാവ്യേ, എനിക്കൊരു തെറ്റ് പറ്റി. ബാലു മരിച്ചതിന് ഞാനും ഒരു കാരണക്കാരിയാണ്. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. വർക്കിച്ചന് വീട് വെക്കാനുള്ള പണം നീ കൊടുക്കണം. മോളോ? എന്താ മോളെ ഈ വയസ്സിനെ കാണാൻ ഇങ്ങോട്ട്? മെന്റൽ വാർഡിൽ നിന്ന് മോൾ എങ്ങനെ ഇവിടെ എത്തി?
ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞാൻ ഓടി പോന്നതാ. ഇവിടെ എന്താ വർക്കിച്ച? ഞാൻ എന്റെ ബാലുവിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. സോറി വർക്കിച്ച, എന്റെ ഫ്രണ്ട്സ് അറിയാതെ ചെയ്ത തെറ്റ് കാരണോ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. എന്നാലും എന്റെ ബാലു എന്നെ വിട്ടു പോയില്ലേ? എന്റെ ഫ്രണ്ട്സിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഈ പണം വാങ്ങണം. പണമോ? എന്തിനാ കുഞ്ഞെ എനിക്ക് പണം? അവർക്ക് വേണ്ടി അല്ലെങ്കിലും ബാലന് വേണ്ടി ഇത് മേടിക്കണം. അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വർക്കിച്ച വീട് വെച്ച് താമസിക്കണം എന്ന്. എന്റെ ഫ്രണ്ട്സിനോട് ക്ഷമിക്കില്ലേ? ഈ വർക്കിച്ചൻ ആരോടൊരു പകയുമില്ല കുഞ്ഞെ. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങളെല്ലാം എന്റെ മക്കളെ പോലെ. താങ്ക് യു ചേച്ചി. ഈ സാജൻ എവിടെ പോയി? ഞാനിവിടെ വരുമെന്ന് പറഞ്ഞതല്ലേ? ഇതെന്താ സാജന ഈ റൂമൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? എന്തിനാ സാജൻ ഇങ്ങനെയൊക്കെ ചെയ്ത്? ഞാൻ നിന്നിൽ നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. സാജൻ, എന്റെ ഫ്രണ്ട്സിന് നിന്നെ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് നീ ഇങ്ങനെ ഒരു കടങ്കായി ചെയ്യണമായിരുന്നു. അപ്പൊ സാജൻ മീനെയും പൂജയും കൊന്ന പോലെ പ്രത്യേകം കൊന്നു കളയോ? പൃഥ്വിയെ രക്ഷിക്കണം. ഇല്ലെങ്കിൽ സാജൻ പ്രത്യേകം കൊന്നു കളയും. ഹലോ ഹലോ, അയ്യോ, ഒന്ന് ഫോൺ എടുക്ക്. ഫോൺ എടുക്ക് പൃഥ്വി. ഓട്ടോ ഓട്ടോ നിർത്ത്. പൈസ വരുന്നു പോണം. വേഗം ഒന്ന് വേഗം വിട്. ഒന്ന് വേഗം പോണം. ആക്ച്വലി എന്താ ഈ മിസ്സിംഗ് കേസ്? ഒരു മാസം മുമ്പ് തിരുവനന്തപുരം സിറ്റി ഹോസ്പിറ്റലിൽ നടന്നൊരു സംഭവം. തിരുവനന്തപുരത്ത് മാത്രമല്ല, കോഴിക്കോടും ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട്. ഈ രണ്ട് കേസും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടോ എന്ന് അല്ല സംശയമാണ്. ഈ കേസിന്റെ ഒരു പെക്യുലർ തിങ് എന്താണെന്ന് വെച്ചാൽ, ഈ മിസ് ചെയ്ത പെൺകുട്ടിയുടെ ബോഡി ഇല്ല, ട്രേസ് ഇല്ല, എവിഡൻസ് ഇല്ല. ജസ്റ്റ് ഡിസപ്പിയർ. കോഴിക്കോട്, ട്രിവാൻഡ്രം, ഇപ്പൊ കൊച്ചി, എല്ലായിടത്തും ലേഡി ഡോക്ടേഴ്സ്. കോഴിക്കോടും ട്രിവാൻഡ്രത്തും പൃഥ്വി വർക്ക് ചെയ്തിട്ടുണ്ട്. പൃഥ്വിയെ നാളെ ഒന്ന് കാണും. പൃഥ്വി കോഴിക്കോടും ട്രിവാൻഡ്രത്തും കൊച്ചിയിലും. സാജന് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്.
സാജനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാളുടെ മുഖം നോക്കി അയാൾ ക്രിമിനൽ ആണെന്ന് എങ്ങനെയാ സാർ പറയാ? ഹീസ് റൈറ്റ്. 1 മാസം മുമ്പ് തിരുവനന്തപുരത്ത് ഈ സംഭവം നടന്നപ്പോ പൃഥ്വി അവിടെ. 6 മാസം മുമ്പ് കോഴിക്കോട് നടന്നപ്പോ പൃഥ്വി അവിടെ. ഇപ്പൊ ഇവിടെ. It can't be a strange coincidence. പക്ഷേ what's the reason? Love, failure, revenge? വഞ്ചിച്ച പെണ്ണല്ലേ മരിക്കേണ്ടത്? ആത്മാർത്ഥമായി സ്നേഹിച്ച ഇയാളല്ലോ. ഇപ്പോ ഉള്ള പെണ്ണുങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് സാർ. വലിയ തെറ്റാണ്. നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. എന്നാൽ അവൾ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. It could be Prithvi. No, it is Prithvi. സർ, നമുക്ക് പ്രതിയെ കിട്ടി. അത് സാജൻ തന്നെയാ. No. പിന്നെ? That smart young doctor Prithvi. അല്ല സർ, കാവ്യയുടെ ഫോൺ വന്നപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാവ്യയുടെ ഫോണോ? ഇപ്പൊ കാവ്യ എവിടെ? സാജന്റെ അടുത്ത ലക്ഷ്യം പൃഥ്വിയാണ്. അവൾ അങ്ങോട്ട്. എങ്ങോട്ട്? പൃഥ്വിയുടെ വീട്ടിലേക്ക്. Oh my God, she's in danger. Come on. Prithvi? 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 എന്ത്? ഓ, ഇവളെ കാവ്യക്ക് അറിയില്ലല്ലേ? ഇത് ഡോക്ടർ ശ്രുതി, എന്റെ പഴയ ഗേൾഫ്രണ്ടാ. ശ്രുതി, ഷീസ് കാവ്യ, എന്റെ ലവറാ. വിഷി, സോറി കാവ്യ. ശ്രുതി, കാവ്യ ഇവിടെ വന്നതിന്റെ ദേഷ്യാണോ നിനക്ക്? എന്താ ശ്രുതി ചോദിച്ചിട്ടൊന്നും മിണ്ടാത്തേ? No, no, I'm not a killer. I'm a lover. പക്ഷേ ഇവളെന്നെ ചതിച്ചു. എന്റെ ജീവനേക്കാൾ ഏറെ ഞാൻ ഇവളെ സ്നേഹിച്ചു. പക്ഷെ ഇവൾക്ക് മറ്റു പലരുമായും ബന്ധമുണ്ടായിരുന്നു. എന്റെ നിഷ്കളങ്കമായ സ്നേഹം ഇവളെ കണ്ടില്ല. അങ്ങനെയുള്ള ഒരുത്തി ജീവനോടെ ഇരിക്കാൻ പാടില്ല. ഞാനൊരു ദിവസം ഇവളെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഇനി പറ, ഞാൻ കില്ലനാണോ? അത്രേ ഉള്ളൂ. ഐ ലവ് യു കാവ്യ. കാവ്യ, എന്നെ വിശ്വസിക്കേ. എനിക്ക് നീയില്ലാതെ വേറെ ആരുമില്ല. എനിക്ക് നീയില്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല കാവ്യ. കാവ്യ, നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി വന്നത്. എനിക്ക് നിന്നോടൊരു പ്രേമമില്ല. പറയല്ലേ,
അങ്ങനെ പറയില്ലേ കാവ്യ. ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ പറഞ്ഞു. അവളുടെ ഗതി തന്നെ കാണണ്ടേ? കാണു. ആസിഡ് ഒഴിച്ച് ഞാൻ കൊന്നതാ. ഇവളെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാ ഇവള് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പിടിച്ചതിനകത്ത് കെട്ടി. ഇനി പറ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഇല്ല, നീ കള്ളം പറയാ. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, എന്നോട് സ്നേഹമാണെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ ഹോസ്റ്റലിൽ വന്നപ്പോ നീ എന്താ പറഞ്ഞേ? മീന വളരെ ഭാഗ്യവതിയാണ്. അവളുടെ മോഹത്തിന് വേണ്ടി ഞാൻ എന്തും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. മീന സന്തോഷം മീനയെ ഞാൻ സ്നേഹിക്കുവാണെങ്കിൽ അവള് ഭാഗ്യവതിയാണെന്ന് നീ പറഞ്ഞില്ലേ? അതുകൊണ്ടാ ഞാൻ അവളെ കൊന്നത്. യെസ്, എനിക്ക് നിന്നെയായിരുന്നു ഇഷ്ടം. കണ്ടോ പ്ലീസ് ഡോണ്ട് ലീവ് മീ. ഞാൻ സ്നേഹമാണെന്ന് പറയാൻ ചെല്ലുമ്പോഴൊക്കെ അവൾക്ക് എന്നോട് ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്റെ മനസ്സാകെ മാറ്റി. നിനക്കറിയോ, പൂജയെ ഞാൻ പ്ലാൻ ചെയ്ത് അവളെ കൊന്നു. ഞാനല്ലാതെ വേറെ ആരുമില്ല. I love you, Kavya. I love you. എനിക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതുപോലെ തന്നെ നിന്റെ വേറൊരു ഫ്രണ്ടിനെ ഞാൻ കൊന്നു. ഇവിടെ കവ്യ, നീ എന്നെ എനിക്ക് ജീവനാണെങ്കിൽ എനിക്ക് നിന്നെ വേണം കവ്യ. ഐ ലവ് യു. ആത്മാക്കളുണ്ടെന്ന് പറയുന്നത് സത്യമാണോ? മാറരുത്. എന്താണ് സംഭവിച്ചത്? സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? പ്ലീസ്. സാജൻ മരിച്ചുപോയി. ഇല്ല, എന്റെ സാജൻ മരിച്ചിട്ടില്ല. പൃഥ്വിയുടെ കാര്യം എല്ലാ സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്യണം. സാജൻ മരിച്ചെന്ന് എല്ലാരും പറയുന്നു. അതെ, നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആദ്യം മരിച്ചത് അയാളാണ്. അല്ല സർ, മീന മരിച്ച കാര്യം പറയാൻ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാ. അല്ല, അന്ന് നിങ്ങൾ തനിച്ചാ വന്നത്. നിങ്ങളെന്താ എന്നെ കളിയാക്കാണോ? എനിക്ക് ഭ്രാന്തില്ല. നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ആ പോവാ. എനിക്കറിയാം ഈ പോലീസുകാരൊക്കെ എങ്ങനെയാണെന്ന്. വാ ഇങ്ങോട്ട്. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. I don't believe you. ഡോക്ടർ, സാജൻ മരിച്ചു പോയെന്ന് പറയുന്നു. ഡോക്ടർ പറ, ഞാൻ വിശ്വസിക്കാം. സാജനെ എന്നെ ഡോക്ടർ ഒന്ന് കണ്ടതല്ലേ? ഇല്ല കുട്ടി, നീ ഒറ്റയ്ക്കാണ് അവിടെ വന്നിരുന്നത്. ഇതെന്റെ ഫ്രണ്ട് സാജൻ. രണ്ടുപേരും ഇരിക്കേ. ഇരിക്കും സാജൻ, ഒരു കുഴപ്പമില്ല. ആള് കുറച്ച് ഷൈയാ. എല്ലാം നിന്റെ മനസ്സിന്റെ തോന്നലുകളാ. നിനക്ക് മരിച്ചവരെ കാണാൻ കഴിഞ്ഞിരുന്നു. മേ ബി ഇറ്റ്സ് എ ട്രൂത്ത്. നോ ഡോക്ടർ, സാജനോട് ചോദിച്ചു നോക്ക്.
നീ കണ്ടതും സംസാരിച്ചതും ഒക്കെ മരിച്ച സാജനോടായിരുന്നു. ഹീസ് നോ മോർ. കാവ്യ കാണാൻ ഞാൻ ഹോസ്റ്റലിൽ ചെന്ന ദിവസം ഇതുപോലെ തന്നെ നിന്റെ വേറൊരു ഫ്രണ്ടിനെ ഞാൻ കൊന്നു. വാ വാ കാണിച്ചു. നീ എവിടെയാ? എനിക്കറിയാം ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. എവിടെയാ സാജൻ? സാജൻ, സാജൻ, where are you? എനിക്കറിയാം, ഞാനും നിന്നെ സംശയിച്ചു. എന്നോട് ക്ഷമിക്കൂ. എന്താ കാവ്യ ഇത്? നിനക്കറിയോ, ഞാൻ നിന്നെ എന്റെ ജീവനെ തുല്യം സ്നേഹിച്ചു. I love you, സാജൻ. എന്റെ സാജൻ സന്തോഷമായിട്ട് പോണം. പ്രോമിസ്. പ്രതികളെ കണ്ടെത്തിയിട്ടും ഇതുവരെയും പിടികൂടാറായില്ലേ സാർ? പറയൂ സാർ. തൽക്കാലം ഞങ്ങൾ കണക്ക് കൂട്ടിയത് അല്പം തെറ്റി. പക്ഷെ അവൻ ഉടൻ പിടിക്കപ്പെടും. എങ്ങനെയാണ് നിങ്ങൾ പ്രതിയെ കണ്ടെത്തിയത്? നിങ്ങൾ ജേർണലിസ്റ്റുകൾ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം ഒന്ന് കണക്ട് ചെയ്തു. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്താണ് സർ? ലവ്, ഫെയിലിയർ, റിവെഞ്ച്. ആരാണ് പൃഥ്വിയുടെ അടുത്ത ലക്ഷ്യം? കാവ്യ. കാവ്യ എവിടെ? വേണം. എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ജീവിക്കാൻ പറ്റില്ല. Cool down. Relax. I know. Bye, Kavya. Thank you. Bye. Thank you, ചേച്ചി. Bye, Kavya.